വെൽക്കം ബാക്ക് ടു ചുങ്ക ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാർ. ഫേവറേറ്റ് സ്കിറ്റ് റൗണ്ടിൽ ഇവിടെ പെർഫോം ചെയ്തത് നമ്മുടെ സ്വന്തം രസതന്ത്രം ടീമാണ്. നിങ്ങളുടെ തന്ത്രങ്ങൾ എല്ലാം വളരെ രസകരമായിരുന്നു, വളരെ മനോഹരമായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനും എൻ്റെ ഭാര്യയും ഭയങ്കര വെളുത്തതാണ്, മോൻ കറുത്തുപോയി എന്ന് പറഞ്ഞല്ലോ, ഇതിനാണോ വെളുപ്പെന്ന് പറയുന്നത്? ഞാൻ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് വെളുപ്പിച്ചതായിരുന്നു. എത്ര മണിക്കൂർ? ഞാൻ 3 മണിക്കൂർ മേക്കപ്പ് ചെയ്ത് വെളുപ്പിച്ചാണ്. 3 മണിക്കൂറായി മേക്കപ്പ് ചെയ്തിട്ട്. എന്നിട്ട് ഇത്രയൊക്കെ വരുത്താൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം പിടികിട്ടി മേക്കപ്പിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന്. ഓ, അപ്പൊ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് കിടക്കാം. പ്രസാദ് ഏട്ടാ. സജേഷ് സർ, ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു സർ. കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളല്ലെങ്കിൽ ഒരു സ്കിറ്റ് കണ്ടു കഴിഞ്ഞിട്ട് പറയും എൻ്റെ തുടക്കം നന്നായിരുന്നു, പിന്നെ ഇടയ്ക്ക് ഇത്തിരി ലാഗായിരുന്നു, ലാസ്റ്റ് ക്ലൈമാക്സ് നന്നായി, ക്ലൈമാക്സ് മോശമായി, അങ്ങനെ പറയാനായിട്ട് ഇതിനകത്തൊന്നുമില്ല. കാരണം ആദ്യം മുതൽ ഈ പാചകക്കാരനായിട്ടുള്ള സംഭാഷണം തുടങ്ങുന്ന അത് തന്നെ കൗണ്ടറുകളുടെ ഇങ്ങനെ ബഹളമായിരുന്നു. ഉരുളികമത്തൽ മുതൽ അങ്ങനെ ഓരോരോ കൗണ്ടർ പറഞ്ഞു, നടന്ന തൂക്കം കുറയുന്നു പറയുന്നു, ദേവതാന്ന് ഭാര്യ വരുന്നു, ദേവതാന്ന് അല്ല ദേവബാധയാണെന്ന് പറയുന്നു, അങ്ങനെ എല്ലാം കൗണ്ടറുകൾ കൊണ്ട് ഇങ്ങനെ പാക്ഡായിരുന്നു. അതുകൊണ്ട് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഈ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ക്ലാഷ് ഉണ്ടാകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. കാരണം അത്രയധികം കൺഫ്യൂഷൻ, അത്രയും ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ആ ക്യാരക്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അവരങ്ങോട്ട് പോകുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ഫ്രണ്ടിലോട്ട് കയറി വരുന്നു, കുഞ്ഞിനെ താലോലിക്കുന്നു. ആ സമയത്ത് അങ്ങനെയുള്ള കുറേ വർക്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു ലാഗ് ഒന്നുമില്ല. വർഷങ്ങളായിട്ട് നിങ്ങൾ സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം പോലെ തന്നെ അത് ഫീൽ ചെയ്യും. സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഐറ്റം ആണോ? അല്ല. അപ്പോൾ അത്ര നല്ല റിഹേഴ്സൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹാർഡ് വർക്കിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിൽ കണ്ടു. ഓക്കെ, എൻ്റെ ക്ലൈമാക്സും നന്നായിരുന്നു. ടോട്ടാലിറ്റിയിൽ സൂപ്പർ. താങ്ക് യു സർ. താങ്ക് യു പ്രസാദ് ഏട്ടാ. നാദർശിക്ക. നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫാസ്റ്റ്, നല്ല കൗണ്ടറുകൾ. ശരിക്ക് ലൈവ് സ്കിറ്റ് കളിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്പീഡും ക്ലാഷ് ഇല്ലായ്മയാണ് ഒരു സ്കിറ്റിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ. നല്ല നല്ല തമാശകൾ, നമുക്ക് ഒട്ടും ലാഗടിക്കാതെ. കാരണം വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്കിറ്റിൻ്റെ അവസ്ഥ അറിയാം നമുക്ക് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. ചിലവർ തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവസാനിക്കാറാകുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് വീണ് പോകാറുണ്ട്. ഇതൊന്നുമില്ല, എല്ലാവരും വന്നവർ എല്ലാ ആർട്ടിസ്റ്റുകളും, അതായത് നിങ്ങൾ സെലക്ട് ചെയ്ത പാസിംഗ് ഷോട്ടിൽ വന്ന് പോകുന്ന ആർട്ടിസ്റ്റുകൾ വരെ ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നവരായിരുന്നു എന്നുള്ളതും അത്യാവശ്യം നല്ല റിഹേഴ്സൽ ഇതിനുണ്ടായിരുന്നു എന്നുള്ളതിനും തെളിവാണ് നിങ്ങളോട് ചെയ്തത്. ഇതെല്ലാ ടീമിനും ഇത്തരത്തിലുള്ള ഈ കാഴ്ചപ്പാട് നിങ്ങളെ എല്ലാവരും ഇക്കാര്യത്തിൽ അനുകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ ടീമിൻ്റെ പേര് പോലെ തന്നെ രസതന്ത്രം, നിങ്ങൾ തമ്മിൽ ഒരു രസതന്ത്രം ഉണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ആരാണ് കേമൻ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കിട്ടിയ വേഷങ്ങളെല്ലാവരും മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കിറ്റ് വളരെ നന്നായി. കുറേ നല്ല തമാശകളുണ്ടായിരുന്നു. അതൊക്കെ ക്ലാഷ് ആവാതെ മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തതയോടുകൂടി കൃത്യമായ അളവിൽ അവതരിപ്പിച്ചു. അതിൻ്റെ ഒരു ഭംഗിയുണ്ടായിരുന്നു. വളരെ രസകരമായിട്ട് തോന്നി. ഇതിൽ ആരും ഞാൻ മോശമെന്ന് പറഞ്ഞില്ല. നിസാം, പെണ്ണിൻ്റെ അച്ഛൻ ചെയ്ത നിസാമാണെങ്കിലും, സജേഷ് മരുമകനും, ബിജു പ്രതാപ്, ബിജു തിരുവല്ല, അങ്ങനെ വന്ന സപ്പോർട്ട് ചെയ്ത ക്യാരക്ടേഴ്സ് വരെ വളരെ മനോഹരമായിട്ട് ചെയ്തു. നല്ല തമാശ ഉണ്ടായി. അതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ്. പ്രത്യേകിച്ചൊന്നും അതിൻ്റെ മൈനസൊന്നും ഞാൻ പറയാനില്ല. ഉള്ളത് ഭംഗിയായിട്ട് ചെയ്തു. നിങ്ങളിലുള്ള സ്കിറ്റ് നന്നായി നല്ല സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തു. അത് നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചു. വളരെ നന്നായിരുന്നു. ഈ രസതന്ത്രം അങ്ങനെ തന്നെ നിൽക്കട്ടെ. താങ്ക് യു നസീർക്ക. അപ്പോൾ ജഡ്ജസ് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത് കുറേ തമാശകൾ, നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാൻ പാകത്തിലുള്ള തമാശകളുണ്ടായിരുന്നു. അപ്പോൾ ഇനി മാർക്സിലേക്ക് കടന്നാലോ? പ്രസാദ് ഏട്ടാ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആരാണ്? ഞങ്ങളെല്ലാവരും കൂടി എല്ലാവരും കൂടെ 30-ൽ 27. 30-ൽ 27. നാദർശിക്ക. കുഞ്ഞിൻ്റെ 28 അല്ലായിരുന്നു, അപ്പോൾ 27 എന്നാൽ ശരിയാവില്ല, 28. 28. ഗ്രേറ്റ്. നസീർക്ക. നമുക്ക് ഈ കുഞ്ഞിൻ്റെ 28 2 പ്രാവശ്യം നടത്താൻ പറ്റുമോ? 56 മാർക്ക് കൊടുക്കാനാണോ? അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റില്ലായിരിക്കും. എന്നാലും കുഴപ്പമില്ല. അവരുടെ സന്തോഷത്തിന് ഒരു 28 കൂടെ ഞാൻ എൻ്റെ വക നടത്തിയേക്കാം. ഓക്കെ, 28. അപ്പോൾ നാഷിക്കയും നസീർക്കയും 2-28 അല്ലേ? നമ്മുടെ പ്രസാദിന്റെ വക 27. അപ്പോൾ സുബിയുടെ ബോണസ് മാർക്ക് പറഞ്ഞില്ലല്ലോ. ബോണസ് മാർക്ക് 10-ൽ 8. ടോട്ടൽ 100-ൽ 91 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ലൊരു മാർക്കാണ്.
വളരെ സന്തോഷം. ഇതിലും കൂടുതൽ മാർക്കുകൾ വാങ്ങിക്കാൻ പാകത്തിനുള്ള സ്കിറ്റുകളുമായിട്ട് അടുത്ത വേദിയിൽ കാണണം. ബെസ്റ്റ് ഓഫ് ലക്ക്. ചുങ്ക ജ്വല്ലറി 5 minutes fun star. വെൽക്കം ബാക്ക് ടു ചുങ്ക ജ്വല്ലറി 5 minutes fun star. ഹാസ്യത്തിന്റെ ഇന്ദ്രജാലം ഒരുക്കി ടീം ഇന്ദ്രജാലം. ഇത് ഞങ്ങളുടെ ഒരു നമ്പറാ കേട്ടോ. ഞങ്ങളുടെ അടുത്ത റൗണ്ട് ഒരു പാരഡി പാട്ട്. കുപ്പി പൊട്ടി മോനെ കുപ്പി പൊട്ടി പിരിവിട്ട് വാങ്ങിയ കുപ്പി പൊട്ടി കൈവിട്ട് പോയി പിരിവിട്ട് വാങ്ങിയ ബ്രാൻഡ് കുപ്പി പൊട്ടി മോനെ വള്ളി പൊട്ടി കള്ളുകുപ്പി റോഡിൽ വീട് പൊട്ടി നിക്കറിൻ പോക്കറ്റിൽ ഇട്ട നേരം നിക്കറൂലി കുപ്പി താഴെ പോയി കുട്ടപ്പൻ ചേട്ടനാ നന്ദിനി കുട്ടിയുടെ കുടുക്കെന്ന് ഓട്ടിച്ച കാശാണ് കൊത്തിക്കാൻ വെച്ചൊരു കോഴിയും മുട്ടയും വിറ്റ് ഞാൻ ഒപ്പിച്ച കാശാണ് 5 8 10 ഒപ്പിച്ചതാണോ താൻ വേഷം കെട്ട് കാട്ടി പൊട്ടിച്ചത് ബ്രാൻഡിയില്ലെങ്കിൽ നാടൻ മതി ഇന്ന് 2 വീശാതെ രക്ഷയില്ല വിട്ടോ പാപ്പച്ച കുപ്പി വാങ്ങാം 40 രൂപയുടെ ഫുഡ് വാങ്ങാം പെട്ടെന്ന് വീലാകും പേടിക്കണ്ട സർക്കാർ സീലുള്ള സാധന ശത്രുക്കളായുള്ള തൊമ്മനും ചാണ്ടിയും 2 വിട്ടപ്പ മിത്രങ്ങളായി എടപ്പള്ളി പള്ളിയില് നേർച്ചയ്ക്ക് നിർത്തിയ തൊമ്മന്റെ കോഴിയെ ചാണ്ടി ചൂണ്ടി അന്നു തൊട്ടിന്നോളം തൊമ്മനും ചാണ്ടിയും കോഴിക്കാര്യം ചൊല്ലി തമ്മിലടി വെള്ളമടിച്ചിട്ട് ബോധം നശിക്കുമ്പോൾ ഓർമ്മയില്ലാത്തതും ഓർമ്മ വരും ചിലർ തോന്നിയാസം കാട്ടിട്ട് തല്ലുവാങ്ങും വൈകുന്നേരങ്ങളിൽ കൂട്ടുകൂടി ബാറിൽ കയറി മിനുങ്ങും ചിലർ ബാറിന്നിറങ്ങിട്ട് പാട്ടും പാടി റോഡിൽ വീതിയടന്ന് നടക്കും അവർ വണ്ടി വരുന്നടമാറ് അങ്ങട് മാറ് ഇങ്ങട് മാറ് അല്ലെങ്കിൽ നീ ചാറ് വണ്ടി വരുന്നടമാറ് അങ്ങട് മാറ് ഇങ്ങട് മാറ് അല്ലെങ്കിൽ നീ ചാറ് പെണ്ണുമുള്ളക്കിട്ട് 2 പൊട്ടിക്കാൻ ഉന്മേഷം തന്നെ കൈവയ്ക്കും 4 കാലിൽ ചെന്ന് നാട്ടാനെ മൊത്തത്തിൽ ചീത്ത വിളിക്കുമ്പോ സന്തോഷം കടിക്കാത്ത പട്ടിയുടെ വായിൽ കൈയിട്ട് മുട്ടൻ കടി കൊള്ളാൻ ഉത്സാഹം പട്ടിണിക്കോലത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കാണുന്നതെന്തൊരു സന്തോഷം കാണുന്നതെന്തൊരു സന്തോഷം നാട്ടിൻ പുറത്തുള്ള മുക്കിലെല്ലാം നാടൻ വലിപ്പോ മുറക്കി കിട്ടും